ത്തിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബിത്തങ്ങൾ കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുന്നതും സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ചരിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ തന്നെ ചരിത്രം എന്ന് തന്നെ പറയുന്നതും ഇതൊന്നുമല്ല തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തിരിച്ചറിയുന്ന നേരത്താണ് നമ്മുടെ ഈമാന്റെ വിജയമുള്ളത്. ഈമാൻ എന്ന് പറയുന്നത് സങ്കുചിതമായ ഒരു ഇടമല്ല. ഈമാനിന്റെ വിശാലതയുണ്ട്, പ്രവിശാലത ഉണ്ട്. ആ പ്രവിശാലതയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത്. ഒരു ഇടുങ്ങിയ സങ്കുചിതമായ ഇടങ്ങളിൽ നിന്ന് ഇതാണ് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം. ഞാൻ നീട്ടി സംസാരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം, നമ്മുടെ പ്രസ്ഥാനവും മുൻകൈയെടുത്തുകൊണ്ട് എല്ലാ വർഷത്തിലും നടക്കുന്ന ഈ വിപുലമായ മീലാദ് പരിപാടിയുടെ മൗലിദിന്റെ ഈ സദസ്സിൽ ഇനിയും നമ്മുടെ ആളുകൾക്ക് എത്താനുണ്ട്. എത്തിച്ചേരുന്നു എന്ന് അറിയിക്കുന്നവരുണ്ട്. നാട്ടിൽ കല്യാണമുള്ളതുകൊണ്ട് വരാൻ ഒരു 10 മിനിറ്റ് വൈകുമെന്ന് വിളിച്ചറിയിക്കുന്നവരുണ്ട്. അവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇത് ഒരു ഇജാബത്തിന്റെ സദസ്സായി നമുക്ക് അനുഭവപ്പെടണം. അല്ലാഹ് ഈ ഇജാബത്ത് തരണം. അല്ലാഹ് ഇത് കേവലം പ്രകടനങ്ങളല്ല, ഭൗതികമായ താല്പര്യമല്ല, ഭൗതികമായ മേന്മയല്ല, മികവല്ല. നമ്മുടെ കുറവുകളും നമ്മുടെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് ഹബീബിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മജ്ലിസായി അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. എത്രയോ രോഗികളുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഇവിടെ നടക്കും. ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും, ഈ സ്ഥാപനത്തിന്റെ സ്നേഹികളായ സഹായികളായ എല്ലാവരെയും, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മുസ്ലിം ജമാഅത്ത്, SYS, SSF, SME അടക്കമുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളൊക്കെ നമുക്ക് അവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരത്തിനനുസരിച്ച് നടക്കും. ഈ പരിപാടിയുടെ ഒരു